ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എജു ഡ്രോപ്സ്. എജു ഡ്രോപ്സിൻ്റെ സെറ്റ് എക്സാം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് പേഴ്സണാലിറ്റിയുടെ അപ്രോച്ചസുകളെ കുറിച്ചിട്ടായിരുന്നു അല്ലേ. പ്രധാനമായിട്ടും 4 അപ്രോച്ചസുകളാണുള്ളത് എന്ന് പറഞ്ഞു. ഫസ്റ്റ് വൺ ടൈപ്പ് അപ്രോച്ച്, സെക്കൻഡ് വൺ സൈക്കോ അനലിറ്റിക് അപ്രോച്ച്, തേർഡ് വൺ ട്രൈറ്റ് അപ്രോച്ച്, ഫോർത്ത് വൺ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്. അപ്പോൾ ആദ്യം നമുക്ക് ടൈപ്പ് അപ്രോച്ചിനെ കുറിച്ചിട്ട് പറയാം. ടൈപ്പ് അപ്രോച്ച് എന്നത് ഉദ്ദേശിക്കുന്നത് ഒരു പേഴ്സൻ്റെ നീളം അല്ലെങ്കിൽ തടി അല്ലെങ്കിൽ കറുത്തത് വെളുത്തത് അത്തരത്തിലുള്ള ഫിസിക്കലായിട്ടുള്ള സ്പെഷ്യാലിറ്റിയെ മാനദണ്ഡം വെച്ചുകൊണ്ട് ക്ലാസിഫൈ ചെയ്യുന്ന രീതിയാണ് ടൈപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഫിസിക്കൽ സ്പെഷ്യാലിറ്റി വെച്ചുകൊണ്ട് തന്നെ അയാളുടെ സ്വഭാവം ഇങ്ങനെയായിരിക്കും അല്ലെങ്കിൽ അയാളുടെ ക്യാരക്ടർ ഇങ്ങനെയായിരിക്കും എന്നുള്ള ഒരു തത്വത്തിലാണ് ഈ ഒരു ടൈപ്പ് അപ്രോച്ചിലുള്ളവർ എത്തിച്ചേരുന്നത്. ഇത്തരത്തിലുള്ള ഒരു രീതി ആയതുകൊണ്ടായിരിക്കാം സൈക്കോളജിയിൽ ഇതിന് വലിയ അപ്രൂവൽ ഒന്നും ലഭിച്ചിരുന്നില്ല. Human personalities can be defined into a few clearly defined types and each person depending upon his behavioral characteristics. ഓരോ ബിഹേവിയറൽ ക്യാരക്ടറിസ്റ്റിക്സിനനുസരിച്ചിട്ടും അവരുടെ പേഴ്സണാലിറ്റി ക്ലാസിഫിക്കേഷനിൽ വ്യത്യാസം വരും, അവരുടെ സ്വഭാവത്തിലും വ്യത്യാസം വരും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ആയുർവേദത്തിലൊക്കെ കണ്ടിട്ടുണ്ട്, വാദം കഫം പിത്തം ഇത്തരത്തിലാണ് ഒരു ഫിസിഷ്യൻ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും അവരുടെ ട്രീറ്റ്മെൻറ്റുകളും അവരുടെ ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം. അപ്പോൾ അതും ഈ ഒരു ടൈപ്പ് അപ്രോച്ചിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് പറയാൻ കഴിയും. ഒരാളുടെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ നോക്കി ഒരാളെ വിലയിരുത്താൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ട് തന്നെയായിരിക്കും ഇതിന് അപ്രൂവൽ ലഭിക്കാതെ വന്നത്. ഇനി ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് 3 തിയറീസാണ്. ഒന്ന് ഹിപ്പോക്രാറ്റിസ് ക്ലാസിഫിക്കേഷൻ ആണ്, സെക്കൻഡ് ക്രിസ്മസ് ക്ലാസിഫിക്കേഷൻ, തേർഡ് വൺ ഷെൽട്ടൺസ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ആദ്യം ഹിപ്പോക്രാറ്റ്സ് ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ട് പറയാം. അക്കോർഡിംഗ് ടു ഹിപ്പോക്രാറ്റ്സ് ദ ഹ്യൂമൻ ബോഡി കൺസിസ്റ്റ് ഓഫ് 4 ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്. അദ്ദേഹം പറയുന്നത് മനുഷ്യൻ്റെ ശരീരം എന്ന് പറയുന്നത് 4 ടൈപ്പിലുള്ള ഫ്ലൂയിഡിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിനനുസരിച്ചായിരിക്കും അയാളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഫ്ലൂയിഡിനും അനുസരിച്ച് ഓരോ പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കും. അതിനനുസരിച്ചിട്ടായിരിക്കും ഓരോരുത്തരുടെയും നമ്മൾ വിലയിരുത്തേണ്ടത്. ഇവ 4 വ്യത്യസ്ത പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഒന്നാമത് ബ്ലഡ് ഫ്ലൂയിഡ് കൂടുതലുള്ളവരുടെ സാഗ്വിൻ എന്നും, അതുപോലെ തന്നെ യെല്ലോ ബൈല് ക്ലോറിൻ എന്നും, ഫ്ലമാറ്റിക്, ബ്ലാക്ക് പൈൽ, മെലങ്കോളിക്. ഇവിടെ നമ്മുടെ സാഗ്വിൻ ഫ്ലൂയിഡ് കൂടുതലുള്ളവരുടെ സ്വഭാവം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് തിങ്കിങ് ആയിരിക്കും, അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റി ആയിരിക്കും, ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, ഒപ്റ്റിമിസ്റ്റ് ആയിരിക്കും, ഹോപ്പ്ഫുള്ളായിരിക്കും, ഈസി ഗോയിങ് ആയിരിക്കും, സോഷ്യബിൾ ആയിരിക്കും. അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും നമ്മുടെ സാഗ്വിൻ എന്നുള്ളത്. നെക്സ്റ്റ് വൺ ക്ലോറിക് ആണ്. യെല്ലോ പൈൽ കൂടുതലുള്ള ക്ലോറിക് ആയിരിക്കും. ഇവർ ഇറിറ്റേറ്റഡ് ക്യാരക്ടർ ആയിരിക്കും, മുൻകോപം, ദേഷ്യം എന്നിവയൊക്കെ കൂടുന്ന ഒരു സ്വഭാവമായിരിക്കും, ആക്റ്റീവ് ആയിരിക്കും. അതാണ് ഈ ഒരു ക്ലോറിക് എന്നുള്ളത്. ഇനി അടുത്തത് ഫ്ലമാറ്റിക് ആണ്. ഫ്ലം എന്നുള്ളതിൽ ഫ്ലമാറ്റിക് ആണ്. അവർ കോൾഡ്, അതുപോലെ തന്നെ ഭയങ്കര എപ്പോഴും കോൾഡായിട്ടുള്ള ഒരു ക്യാരക്ടർ, അതുപോലെ തന്നെ ഡള്ളായിരിക്കും, പിന്നെ തീരെ സോഷ്യബിൾ അല്ല. അത്തരത്തിലുള്ള ഓരോ ക്യാരക്ടേഴ്സ് ആയിരിക്കും. ഇനി അവസാനത്തത് നമ്മുടെ മെലങ്കോളിക് ആണ്. മെലങ്കോളിക്ക് ഭയങ്കര ആങ്ഷ്യസ് ആയിരിക്കും, വറീഡ് ആയിരിക്കും, അൺഹാപ്പി ആയിരിക്കും, സാഡ്നെസ് ആയിരിക്കും, പെസിമിസ്റ്റ് ആയിരിക്കും, തോട്ട്ഫുൾ ആയിരിക്കും, സീരിയസ് ആയിരിക്കും. അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും മെലങ്കോളിക്ക് എന്നുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പേഴ്സണാലിറ്റിയെ തരംതിരിച്ചിരുന്നത്. അപ്പോൾ ഇതിൽ ഏത് ഫ്ലൂയിഡാണോ കൂടുതലുള്ളത് അതനുസരിച്ചിട്ടായിരിക്കും അവരുടെ ക്യാരക്ടർ എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇനി അടുത്ത തിയറി എന്ന് പറയുന്നത് ക്രിസ്മസ് ക്ലാസിഫിക്കേഷൻ ആണ്. ക്രിസ്മസ് ക്ലാസിഫിക്കേഷൻ, അദ്ദേഹം ഒരു ജർമ്മൻ സൈക്കാട്രിസ്റ്റ് ആണ്. ഈ ഒരു ക്രിസ്മർ എന്നുള്ളത് നമ്മുടെ ബോഡിയും പേഴ്സണാലിറ്റിയും തമ്മിൽ നല്ല ബന്ധമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ബോഡിയെ അദ്ദേഹം 3 തരത്തിലായിരുന്നു വേർതിരിച്ചിരുന്നത്. ഫസ്റ്റ് വൺ ആസ്തനിക്, സെക്കൻഡ് വൺ അത്ലറ്റിക്, തേർഡ് വൺ പിക്നിക്. ഇതിലെ ഓരോന്നും എന്താണെന്ന് പറയാം. ഈ ഒരു ആസ്തനിക് എന്ന് പറയുന്നത് ഭയങ്കര വീക്കായിട്ടുള്ള, അതുപോലെ തന്നെ ടോളായിട്ടുള്ള, തിന്നായിട്ടുള്ള ഒരു ഫിസിക്കൽ ബോഡി ക്യാരക്ടറിസ്റ്റിക്സ് അങ്ങനെയായിരിക്കും. വീക്കായിരിക്കും, ടോളായിരിക്കും, തിന്നായിരിക്കും. ഇനി അവരുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അൺസോഷ്യബിൾ ആയിരിക്കും, അതുപോലെ തന്നെ ഷൈ ആയിരിക്കും, പെസിമിസ്റ്റ് ആയിരിക്കും, ആൻഡ് ഓൾവേസ് അലോൺ. എപ്പോഴും അവർക്ക് ഒറ്റയ്ക്കിരിക്കാൻ
ഒറ്റയ്ക്കിരിക്കണം എന്നുള്ളൊരു ചിന്താഗതിക്കാരായിരിക്കും. സെക്കൻഡ് വൺ അത്ലറ്റിക് ആണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവരുടെ ശരീരപ്രകൃതം എന്ന് പറയുന്നത് ഭയങ്കര ഹെൽത്തി ആയിരിക്കും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്വഭാവം തന്നെയാണ് ഇവിടെ പറയുന്നത്. ബോഡി ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നത് ഹെൽത്തി ആയിരിക്കും, ബാലൻസ് ബിറ്റ്വീൻ മസിൽസ് ആൻഡ് ബോൺ ഡെവലപ്മെൻറ്റ്. ഇനി പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എനർജറ്റിക് ആയിരിക്കും, ഒപ്റ്റിമിസ്റ്റ് ആയിരിക്കും. ഒപ്റ്റിമിസ്റ്റ് ക്യാൻ അഡ്ജസ്റ്റ് ടു എനി സിറ്റുവേഷൻ, ഏതൊരു സിറ്റുവേഷനിലും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി അവർക്ക് ഉണ്ടായിരിക്കും. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് പിക്നിക്കാണ്. പിക്നിക്ക് പറയുമ്പോൾ അവരുടെ ഫാറ്റ് ടൈപ്സ് ആയിരിക്കും. ഇൻ ഹും ഫാറ്റ് ഈസ് മോർ ദാൻ മസിൽസ്, മസിലിനേക്കാൾ കൂടുതൽ ഫാറ്റുള്ള ഒരു ടൈപ്പായിരിക്കും. അവരുടെ പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് സോഷ്യൽ ആൻഡ് ഹെൽപ്പിംഗ് ടു അതേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബോഡി സ്ട്രക്ചറിന്, ബോഡി ക്യാരക്ടറിസ്റ്റിക്സിനനുസരിച്ചായിരിക്കും അവരുടെ പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് ക്രിസ്മേഴ്സ് നമ്മളോട് പറയുന്നത്. ഇനി അവസാനത്തെ തിയറി എന്ന് പറയുന്നത് ഷെൽഡൻസ് ക്ലാസിഫിക്കേഷൻ ആണ്. ഈ ഷെൽഡൻ ക്ലാസിഫിക്കേഷനിലും ഈ ഒരു ക്രിസ്മേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ പോലെ തന്നെ 3 ബോഡി ടൈപ്പാണ് അദ്ദേഹം പറയുന്നത്. ഫസ്റ്റ് വൺ എക്ടോമോഫി, സെക്കൻഡ് വൺ മെസോമോഫി, തേർഡ് വൺ എൻഡോമോഫി. ഈ ഒരു എക്ടോമോഫി എന്ന് പറയുന്ന ബോഡി ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എസ്തനിക് പോലെ തന്നെയാണ്. വീക്കായിരിക്കും, ടോളായിരിക്കും, തിന്നായിരിക്കും. ഇനി അവരുടെ പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് പെസിമിസ്റ്റ് ആയിരിക്കും, അൺസോഷ്യബിൾ ആയിരിക്കും, അതുപോലെ തന്നെ എലോൺ ആയിരിക്കും. അവർക്ക് എപ്പോഴും ഒറ്റയ്ക്കിരിക്കാനാണ് ഇഷ്ടം. ഇനി മെസോമോഫി എന്ന് പറയുന്നത് ബാലൻസ് ബിറ്റ്വീൻ ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റൊമക്ക് ആൻഡ് ബോൺസ് എന്നുള്ളതാണ് ബോഡി ക്യാരക്ടറിസ്റ്റിക്സ്. പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ലൈക്സ് ടു വർക്ക്, ഇൻട്രസ്റ്റഡ് ഇൻ അഡ്വഞ്ചേഴ്സ് ആക്ടിവിറ്റീസ്, അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലായിരിക്കും അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുക. ഇനി ലാസ്റ്റ് വൺ എൻഡോമോഫി ആണ്. എൻഡോമോഫി നോ മസിൽ ഡെവലപ്മെൻറ്റ് എക്സെട്ര, പ്രോമിനൻസ് സ്റ്റൊമക്ക് എന്നുള്ളതാണ്. പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് പറയാം. ടേക്സ് എവറിത്തിങ് ഈസി, സോഷ്യബിൾ ആൻഡ് എഫെക്ഷനേറ്റ്. അപ്പോൾ ഇവരെപ്പോഴും എല്ലാത്തിനെയും ഒരു ടേക്ക് ഇറ്റ് ഈസി എന്ന് പറയുന്ന പോലെ ഭയങ്കര ഈസി ആയിട്ടായിരിക്കും എല്ലാത്തിനെയും ഇതാക്കുന്നത്. അതുപോലെ തന്നെ ഭയങ്കര സോഷ്യബിൾ ആയിരിക്കും, മറ്റുള്ളവരോട് ഭയങ്കര അഫെക്ഷനും അട്രാക്ഷനും ഇൻറ്റിമസിയും ഒക്കെ ഉള്ളവരായിരിക്കും. ഇതാണ് നമ്മുടെ അപ്രോച്ചിലെ 3 തിയറി എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് രണ്ടാമത്തെ അപ്രോച്ചായിട്ടുള്ള സൈക്കോ അനലറ്റിക് അപ്രോച്ചാണ്. ഇപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരും ആരെയാണ്, സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സൈക്കോ അനലറ്റിക് അപ്രോച്ച്. അതിൻ്റെ തിയറിയാണ് മെയിനായിട്ട് ഇതിൽ പഠിക്കാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ കാൾ യങ്ങിൻ്റെ ഒരു തിയറിയും. അപ്പോൾ നമുക്ക് നേരെ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തിയറി നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നോക്കേണ്ടത് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ബേസിക് കൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. പ്രധാനമായിട്ട് 3 ബേസിക് കൺസെപ്റ്റാണ് പറയുന്നത്. ഒന്ന് ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റ്, സെക്കൻഡ് വൺ ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ്, തേർഡ് വൺ ലിബിഡോ എനർജി. ഈ 3 കാര്യങ്ങളാണ് ഈ സൈക്കോ അനലറ്റിക് തിയറിയിലൂടെ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കീ കൺസെപ്റ്റുകൾ ഏതൊക്കെയാണെന്ന് പറയാം. തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ, തേർഡ് വൺ തിയറി ഓഫ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ തിയറീസൊക്കെ നമ്മൾ എഴുതി പഠിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് ഓർമ്മശക്തി ലഭിക്കുന്നത്. ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ചായിരിക്കും നമ്മളിപ്പോൾ പറയുന്നത്, ഇൻഡിവിജ്വൽ ഡിഫറൻസ് അനുസരിച്ചായിരിക്കും. എൻ്റെ കേസിൽ എനിക്ക് തിയറീസൊക്കെ എഴുതി പഠിക്കുമ്പോഴാണ് വേഗം പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ പഠിക്കുന്നത് അതിനനുസരിച്ച് ഓരോ തിയറിയും പഠിച്ചിരിക്കണം. കീ കൺസെപ്റ്റുകളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത്. പിന്നെ അതിൽ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ 3 കീ കൺസെപ്റ്റാണുള്ളത്. തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനമിക്സ് ആൻഡ് തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ, തേർഡ് വൺ തിയറി ഓഫ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ്. ഇനി ഇതിലെ ഒന്നാമത്തെ കൺസെപ്റ്റായിട്ടുള്ള തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനമിക്സ് നമുക്ക് നോക്കാം. ദ ഏരിയ ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ, ഇതൊരു പേഴ്സണാലിറ്റി സ്ട്രക്ചറിൻ്റെ ഏരിയ ആണെന്ന് പറയാം. ഇത് പ്രധാനമായിട്ടും 3 ഏരിയാസ് ആണുള്ളത്. ഒന്ന് ദ കോൺഷ്യസ് മൈൻഡ്, സെക്കൻഡ് വൺ ദ പ്രീ കോൺഷ്യസ് മൈൻഡ്, തേർഡ് വൺ ദ അൺകോൺഷ്യസ് മൈൻഡ്. ഈ 3 സ്ട്രക്ചറിലൂടെയാണ് പേഴ്സണാലിറ്റി ഡൈനമിക്സ് നടക്കുന്നത് എന്നാണ് ഫ്രോയിഡ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ദി കോൺഷ്യസ് മൈൻഡ് എന്നുള്ളത് അതിലുള്ളത് എന്തൊക്കെയാണ്, മെമ്മറീസ്, തോട്ട്, ഡിസയർ, ഇവയൊക്കെ ഉണർന്നിരിക്കുന്ന ഒരു തലമാണ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് ദ പ്രീ കോൺഷ്യസ് മൈൻഡാണ്. പ്രീ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ ലേ ബിറ്റ്വീൻ കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് പാർട്ട് ഓഫ് മൈൻഡ്, കോൺഷ്യസിൻ്റെയും അൺകോൺഷ്യസിൻ്റെയും ഇടയിൽ അതിന് ഒരു ലെയറായിട്ട് നിൽക്കുന്നതാണ് പ്രീ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ചില കാര്യങ്ങൾ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആൻസർ അറിയാം, പക്ഷെ പെട്ടെന്ന് ആ സമയത്ത് തന്നെ നമുക്ക് റീകോൾ ചെയ്തെടുക്കാൻ പറ്റില്ല. പക്ഷേ ആഫ്റ്റർ സം ടൈം നമുക്കത് റീകോൾ ചെയ്ത് എടുക്കാൻ കഴിയും. ഇപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്,
ഏതാണ് മോഹൻലാലിൻ്റെ ആദ്യത്തെ സിനിമ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നമുക്കറിയാം. പക്ഷേ പെട്ടെന്ന് ആ സമയത്ത് തന്നെ നമുക്ക് റീകോൾ ചെയ്തെടുക്കാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞ് നമുക്കത് പറയാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് നിലനിൽക്കുന്നത് നമ്മുടെ പ്രീ കോൺഷ്യസ് മൈൻഡിലാണ്. ഇനി മൂന്നാമത്തത് ദി അൺകോൺഷ്യസ് മൈൻഡാണ്. സം എക്സ്പീരിയൻസ് ആർ പുഷ്ഡ് ഡൗൺ ഇൻ ടു ദ bottom of mind. The hidden area of mind is called by Freud as unconscious mind. നമുക്ക് ആലോചിക്കാൻ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് വളരെ പെയിൻഫുള്ളായിട്ടുള്ള പല എക്സ്പീരിയൻസും പല മെമ്മറീസും നമുക്കുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ഓർത്തെടുക്കാൻ ഇഷ്ടമില്ലാത്തതാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ മറക്കാൻ ശ്രമിക്കുന്ന മെമ്മറീസും എക്സ്പീരിയൻസും ഒക്കെ ഉള്ളത് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലാണ്. പിന്നെ നമുക്ക് ഇവിടെ പറയാനുള്ളത് ലിബിഡോ എനർജിയെ കുറിച്ചിട്ട് പറയാനുണ്ട്. കാരണം മെൻ്റൽ ആക്ടിവിറ്റിക്ക് പവർ നൽകുന്ന ഒരു സൈക്കിക് എനർജിയാണ് ലിബിഡോ എന്ന് പറയുന്നത്. മെൻ്റൽ ആക്ടിവിറ്റിക്ക് പവർ നൽകുന്ന സൈക്കിക് എനർജിയാണ് ലിബിഡോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അൺകോൺഷ്യസ് മൈൻഡിലാണ് നമുക്ക് പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് മെമ്മറീസ് ഒക്കെ നമ്മൾ മറക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ മറക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു റിപ്രഷനാണ് സംഭവിക്കുന്നത്. റിപ്രഷൻ ഓഫ് ഫീലിങ്സ് ആൻഡ് ഡിസയേഴ്സ് റിസൾട്ട് ഇൻ ബ്ലോക്കിംഗ് അപ്പ് ഓഫ് ദി ലിബിഡോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ റിപ്രഷൻ സംഭവിക്കുമ്പോൾ നമുക്കവിടെ സംഭവിക്കുന്നത് നമ്മുടെ ലിബിഡോ എനർജി നമ്മളവിടെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അഥവാ മനഃപൂർവ്വം എന്തെങ്കിലും ഒരു കാര്യം മറക്കുന്നതിന് റിപ്രഷൻ എന്ന് പറയും. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ലിബിഡോ എന്ന എനർജി അവിടെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ആങ്സൈറ്റി വരാനും അതുപോലെ തന്നെ അബ്നോർമൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് സംഭവിക്കാനും മെൻ്റൽ ഇൽനെസ് സംഭവിക്കാനും കാരണമാകും. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ റിപ്രഷൻ സംഭവിക്കുമ്പോൾ നമുക്കവിടെ ലിബിഡോ എനർജിക്ക് ബ്ലോക്ക് സംഭവിക്കും. അങ്ങനെ ബ്ലോക്ക് സംഭവിക്കുമ്പോൾ അതിലൂടെ നമുക്ക് ആങ്സൈറ്റി ഉണ്ടാവും. ആങ്സൈറ്റിയിലൂടെ നമുക്ക് അബ്നോർമൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും മെൻ്റൽ ഇൽനെസ്സും സംഭവിക്കും. അപ്പോൾ ഇതിലേക്കെല്ലാം ഈ ഒരു റിപ്രഷൻ കാരണമാകും എന്നാണ് പറയുന്നത്. ഇതൊക്കെ നമുക്ക് സംഭവിക്കുന്നത് അൺകോൺഷ്യസ് മൈൻഡിലാണ്. അപ്പോൾ നമുക്ക് പേഴ്സണാലിറ്റി ഡൈനമിക് എന്തൊക്കെയാണെന്ന് മനസ്സിലായി. ഇനി അടുത്തതായിട്ടുള്ള കീ കൺസെപ്റ്റ് തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചറാണ്. തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ. പേഴ്സണാലിറ്റി സ്ട്രക്ചർ ഈസ് കമ്പോസ്ഡ് ഓഫ് 3 മേജർ സിസ്റ്റം. ഒരു 3 മേജർ സിസ്റ്റംസ് ആണ് നമ്മുടെ പേഴ്സണാലിറ്റി സ്ട്രക്ചർ കമ്പോസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഇഡ്, സെക്കൻഡ് വൺ ഈഗോ, തേർഡ് വൺ സൂപ്പർ ഈഗോ. അപ്പോൾ ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. ഈ ഇഡ് എന്നുള്ളത് നമ്മുടെ സൈക്കോളജിയിൽ ഓരോ വേർഡ്സും നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ചില വേർഡ്സ് ചില പ്രൊനൗൺസിയേഷനിലാണ് പറയുക. ഈ ഇഡിനെ ഞാൻ ഇഡ് എന്നാണ് പറയാറ്. നിങ്ങൾ പറയാറ് ചിലപ്പം ഇത് എന്നൊക്കെയായിരിക്കും. അതുപോലെ തന്നെ വൈഗോസ്കി എന്നതിന് ചിലർ വിഗോസ്കി എന്ന് പറയാറുണ്ട്, വൈഗോസ്കി എന്ന് പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിച്ച പാറ്റേൺ എങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യാറ് അതുപോലെ തന്നെ പഠിച്ചാൽ മതി. പെട്ടെന്ന് നമുക്ക് വേറൊരു വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് ഉൾക്കൊള്ളാനില്ല, പഠിച്ചെടുക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. അപ്പോൾ ഇതാണെങ്കിൽ ഇത് എന്ന് പഠിക്കാൻ ഞാൻ ഇഡ് എന്ന് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ഇഡ്, സെക്കൻഡ് വൺ ഈഗോ, തേർഡ് വൺ സൂപ്പർ ഈഗോ. ഇനി ഇഡ് എന്താണെന്ന് പറയാം. ഇറ്റ് ഈസ് ഒറിജിനൽ സിസ്റ്റം ഓഫ് പേഴ്സണാലിറ്റി ആണെന്ന് പറയാം. ഇൻസ്റ്റിങ്ക്റ്റീവ് നേച്ചർ ആണെന്ന് പറയാം. ലിബിഡനൽ എനർജി ആണെന്ന് പറയാം. പ്ലഷർ പ്രിൻസിപ്പിളാണെന്ന് പറയാം. ടെൻഷൻ ഫ്രീ ആണെന്ന് പറയാം. കാരണം ഈ ഇഡ് എന്ന ഒരു ലെയറിൽ, ഒരു സ്ട്രക്ചറിൽ നമ്മൾ ഒരിക്കലും ടെൻഷൻ കൊടുക്കാൻ പാടില്ല. അവിടെ എപ്പോഴും ഒരു പ്ലഷർ പ്രിൻസിപ്പിളാണ് ഇഡ് എന്ന് പറയുന്നത്. എപ്പോഴും ഹാപ്പി ആയിരിക്കണം, എപ്പോഴും സന്തോഷത്തിലായിരിക്കണം. അത്തരത്തിൽ ടെൻഷൻ തീരെ പറ്റാത്ത ഒരു സ്ട്രക്ചറാണ്, പേഴ്സണാലിറ്റി സ്ട്രക്ചറാണ് ഇഡ് എന്ന് പറയുന്നത്. ഇന്നേറ്റ് ഡിസേഴ്സ് ആണെന്ന് പറയാം. സെക്ഷൽ ഇമ്പൾസ് ആണെന്ന് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇഡ് എന്ന് പറയുന്നത് ഒരു പ്ലഷർ പ്രിൻസിപ്പിളാണെന്ന് പറഞ്ഞു, ഇന്നേറ്റ് ഡിസയേഴ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഫിഷ് ഫുൾഫിൽമെൻറ്റ് നടക്കുന്നത് നമ്മുടെ ഇഡ് എന്ന പേഴ്സണാലിറ്റി സ്ട്രക്ചറിലാണ്. അപ്പോൾ നമുക്കിവിടെ പ്രധാനമായിട്ടും മനസ്സിലാക്കാനുള്ള 2 വേർഡ്സുകളുണ്ട്, കാതസിക്സ് ആൻഡ് ആൻറ്റി കാതസിക്സ് എന്നുള്ളത്. കൺട്രോൾ ഹൗ ദ ഇഡ് യൂട്ടിലൈസ് ടു എനർജി. Catharsis, this investment of energy is an object, idea or person is known as catharsis. ഇപ്പോൾ നമുക്ക് ഒരു ആഗ്രഹം തോന്നുകയാണ്, മനസ്സിലൊരു ആഗ്രഹം തോന്നുകയാണ്.
ഇപ്പോൾ നമുക്ക് ബിരിയാണി കഴിക്കണം എന്ന് തോന്നി, ആ സമയത്ത് നമുക്ക് ബിരിയാണി ലഭിക്കുകയാണെങ്കിൽ അവിടെ നമ്മളൊരു കാതക്സിക്സിലാണ് എത്തിച്ചേരുന്നത്. കാരണം നമ്മുടെ ആ ഒരു പ്രൈമറി പ്രോസസ്സ് വിജയിക്കുകയാണ് ചെയ്തത്. നമുക്ക് പ്രൈമറി ആയിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായി, അത് വിജയിച്ചു. അപ്പോൾ നമ്മളവിടെ കാതക്സിക്സ് ലെവലിലാണെന്ന് പറയാം. ഇനി ആൻറ്റി കാതക്സിക്സ് എന്ന് പറയുമ്പോൾ റിപ്രഷൻ ഈസ് പെർഹാപ്സ് ദ ബെസ്റ്റ് നോൺ ആൻറ്റി കാതക്സിക്സ്. റിപ്രഷൻ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ആലോചിക്കാതിരിക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്താണെന്ന് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് അവിടെ നിന്ന് തിരിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. കാരണം ആങ്സൈറ്റിയാണ് നമുക്ക് അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നമുക്കൊരു നെഗറ്റീവായിട്ടുള്ള ഒരു എനർജി ലഭിക്കുമ്പോഴാണ് ആൻറ്റി കാതക്സിസ് ഉണ്ടാകുന്നത്. Repression serves to keep undesirable actions, thought or behavior from coming into conscious awareness. ഇനി ഇതുപോലെ നമുക്ക് പ്രൈമറി പ്രോസസ്സ് ഫെയിലിയർ ആകുമ്പോൾ അവിടെ ഒരു സെക്കൻഡറി സൈക്കോളജിക്കൽ പ്രോസസ്സ് കടന്നു വരും. കാരണം നമുക്ക് പ്രൈമറി ആയിട്ട് കിട്ടേണ്ട സംഭവങ്ങൾ കിട്ടിയില്ല. അപ്പോൾ നമുക്കവിടെ സെക്കൻഡറി ആയിട്ടുള്ളൊരു സൈക്കോളജിക്കൽ പ്രോസസ്സ് എന്തായാലും കടന്നു വരണം അല്ലേ. അതാണ് നമ്മുടെ ഈഗോ എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് വൺ ഈഗോ ആണ്. ഇപ്പോൾ ഈഗോ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ദ ഈഗോ ഡെവലപ്സ് ഫ്രം ദ ഇറ്റ് ആൻഡ് എൻഷുർ ദാറ്റ് ദ ഇമ്പൾസ് ഓഫ് ദി ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ എ മാനർ ആക്സെപ്റ്റബിൾ ഇൻ ദ റിയൽ വേൾഡ്. ദ ഈഗോ ഫങ്ഷൻസ് ഇൻ ടു ദ കോൺഷ്യസ്, പ്രീ കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് മൈൻഡ്. ആ ഈഗോയുടെ ഫങ്ഷൻസ് നടക്കുന്നത് കോൺഷ്യസ്, പ്രീ കോൺഷ്യസ്, അൺകോൺഷ്യസ് മൈൻഡിലാണ്. ദ ഈഗോ ഈസ് ദ കോമ്പണൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡീലിംഗ് വിത്ത് റിയാലിറ്റി യാഥാർത്ഥ്യം എന്താണോ അതുമായിട്ടുള്ള ഒരു കോമ്പണൻ്റ് ആണ് ഈഗോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ബിരിയാണി കഴിക്കാൻ തോന്നി, ബിരിയാണി കിട്ടിയില്ല. അപ്പോൾ അവിടെ നമുക്ക് സെക്കൻഡറി സൈക്കോളജിക്കൽ പ്രോസസ്സ് എന്ന് പറയുന്നത് ബിരിയാണി കിട്ടിയില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഒന്നുകിൽ നമുക്ക് ബിരിയാണി വീട്ടിലുണ്ടാക്കാം, അതല്ലെങ്കിൽ ബിരിയാണി പുറത്തുനിന്ന് വാങ്ങിക്കാം. അപ്പോൾ അവിടെ ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ് സംഭവിച്ചത്. അപ്പോൾ റിയാലിറ്റിയിലേക്ക് നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വന്നു. കാരണം നമ്മൾ ഒരു ഭാഗത്തിരുന്ന് ബിരിയാണി എന്ന് പറഞ്ഞാൽ ബിരിയാണി കിട്ടില്ലല്ലോ, ഇല്ല. അപ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക്, റിയാലിറ്റിയിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. ആ ഒരു റിയാലിറ്റിയാണ് നമ്മുടെ ഈഗോ എന്ന് പറയുന്നത്. ഇതിൽ നിന്നും എനർജി എടുത്ത് പ്രവർത്തിക്കുന്ന ഇൻഡിവിജ്വലിന് പ്രശ്നം വരാത്ത രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ബിരിയാണി കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കി കൊടുത്ത് ആ ഒരു ഇൻഡിവിജ്വലിനെ യാതൊരു പ്രശ്നവും കൂടാതെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുകയാണ് ഈഗോ ചെയ്യുന്നത്. റിയാലിറ്റി പ്രിൻസിപ്പിൾ ബേസാണ് ഇവിടെ നിലനിൽക്കുന്നത്. മനുഷ്യ മനസ്സിലെ പോലീസ് എന്നറിയപ്പെടുന്നത് ഈ ഒരു ഈഗോയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് സൂപ്പർ ഈഗോയെ കുറിച്ചിട്ടാണ്. ദ സൂപ്പർ ഈഗോ ഓൾസ് ദ internalized moral standards and ideas that we acquired from our parents and society. The super ego provides guidelines for making judgment. ഒരു ജഡ്ജ്മെൻറ്റ് അത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗൈഡ്ലൈൻസ് ആണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലും ഈഗോയിലും നടക്കാത്ത സംഭവങ്ങളാണ് സൂപ്പർ ഈഗോയിലേക്ക് എത്തിച്ചേരുന്നത്. ഇപ്പോൾ ബിരിയാണിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ബിരിയാണി ഒന്നുകിൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ ബിരിയാണി വീട്ടിൽ വെക്കാം. അപ്പോൾ അവിടെ ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കി ഇനി വീണ്ടും നമ്മൾ വരികയാണ്, ഓക്കെ നമുക്ക് ബിരിയാണി തൽക്കാലം വീട്ടിൽ വെക്കാം, അല്ലെങ്കിൽ നാളെ ബിരിയാണി വെക്കാം എന്നുള്ള ലാസ്റ്റ് ഒരു സൊല്യൂഷനിലേക്ക് എത്തുന്നത്. അതിനുള്ള ഒരു ഗൈഡ് ലൈൻസ് നൽകുന്നത് ഈ ഒരു സൂപ്പർ ഈഗോയിലാണ്. ഈ സൂപ്പർ ഈഗോയിനെ 2 പാർട്ടാക്കി തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ കോൺഷ്യസ്, ഇത് കോൺസയൻസ് എന്നാണെങ്കിലും കോൺഷ്യസ് എന്നും നമ്മൾ പെട്ടെന്ന് പറയാറുണ്ട്. രണ്ടാമത്തത് ഈഗോ ഐഡിയൽ. അപ്പോൾ കോൺസയൻസ് ആൻഡ് ഈഗോ ഐഡിയൽ. കോൺസയൻസ് പറയുന്നത് പണിഷ്മെൻ്റ് ആണ്. ഇപ്പോൾ ചെയ്യാൻ പാടില്ല, ഇന്ന് ബിരിയാണി ഇവിടെ വെക്കാൻ പാടില്ല, കാരണം നമ്മൾ ഓൾറെഡി ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ബിരിയാണി വെക്കാൻ പാടില്ല എന്നുള്ള ഒരു പണിഷ്മെൻറ്റിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഈഗോ ഐഡിയൽ എന്ന് പറയുന്നത് പാരിതോഷികമാണ്, ഫീലിംഗ് പ്രൗഡ്. അപ്പോൾ പറയാണ് ഓക്കെ നമ്മളിവിടെ ഓൾറെഡി ഇപ്പോൾ ഫുഡ് വെച്ചിട്ടുണ്ട്, പക്ഷേ നമുക്ക് രാത്രി ബിരിയാണി വാങ്ങിക്കാം എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു ഫീലിംഗ് പ്രൗഡാണ്. അതുപോലെ തന്നെ അതൊരു പാരിതോഷികമാണ്. നമ്മൾ ഗിഫ്റ്റ് നൽകുന്നതും പണിഷ്മെൻറ്റ് നൽകുന്നതും അതിലൂടെയും വേണമെങ്കിൽ നമുക്കിത് ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കീ കൺസെപ്റ്റ് ആയിട്ടുള്ള തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തേതാണ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ്. ഫ്രോയിഡിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. ഫ്രോയിഡ് പ്രപ്പോസ്ഡ് ദാറ്റ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഇൻ ചൈൽഡ്ഹുഡ് ടേക്സ് പ്ലേസ് ഡ്യൂറിങ് 5
psychosexual stages which are the oral, anal, phallic, latency and genital stage. ആദ്യത്തെ 5 വർഷത്തിൽ ലഭിക്കുന്ന എക്സ്പീരിയൻസ് ആണ് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിലെ ഏറ്റവും ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ചെറുപ്പത്തിൽ 5 വയസ്സിൽ കുട്ടികൾക്ക് ലഭിക്കുന്ന എന്തൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉണ്ടോ, എന്തൊക്കെ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടോ, അതൊക്കെ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യും എന്നാണ് പറയുന്നത്. ഡ്യൂറിങ് ഈ സ്റ്റേജ് സെക്ഷൽ എനർജി ലിബിഡോ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഡിഫറെൻറ്റ് വേയ്സ് ആൻഡ് ത്രൂ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി ബോഡി. ഈ സെക്ഷൽ എനർജി അഥവാ ലിബിഡോ ഓരോ സ്റ്റേജിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് ലഭിക്കുന്ന ഒരു ലിബിഡോ എനർജി ആയിരിക്കില്ല അവർ വലുതാകുമ്പോൾ അവർക്ക് ലഭിക്കേണ്ടത്. അപ്പോൾ ഓരോ സ്റ്റേജ് അനുസരിച്ചിട്ടും ഇതിൽ വ്യത്യാസം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഈ ലിബിഡോ എനർജി നമ്മുടെ ശരീരത്തിലെ ഓരോ ബോഡി പാർട്സിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓരോ സ്റ്റേജിലും ഓരോ ബോഡി പാർട്സ് ആയിരിക്കും കൂടുതലായിട്ട് ഈ ഒരു ലിബിഡോ എനർജിയിൽ ഫോക്കസ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഓറൽ സ്റ്റേജാണ്. അഥവാ കുട്ടി ജനിച്ചത് മുതൽ 1 വയസ്സ് വരെയുള്ള 12 മാസം വരെയുള്ള കാലഘട്ടമാണ് ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇൻ ദി ഫസ്റ്റ് സ്റ്റേജ് ഓഫ് സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റ് ദ ലിബിഡോ ഈസ് സെൻറ്റേർഡ് ഈസ് എ ബേബീസ് മൗത്ത്. അപ്പോൾ കുട്ടികളുടെ വായയിലൂടെയാണ് ഈ ഒരു സമയത്ത് അവർക്കൊരു ലിബിഡോ എനർജി ലഭിക്കുന്നത്. കാരണം അവർ സക്കിങ്, ബൈറ്റിങ്, ബ്രസ്റ്റ് ഫീഡിങ്, ആദ്യം സക്കിങ് ആയിരിക്കും അല്ലേ, പിന്നെ പല്ലൊക്കെ വന്നു കഴിഞ്ഞാൽ ബൈറ്റിങ് ആയി തുടങ്ങും, പിന്നെ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഒരു കാലഘട്ടവും കൂടിയാണ് ഈ ഒരു ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് അനൽ സ്റ്റേജാണ്. അനൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. ഡ്യൂറിങ് ദ അനൽ സ്റ്റേജ് ഓഫ് സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റ് ദ ലിബിഡോ ബിക്കംസ് ഫോക്കസ്ഡ് ഓൺ ദി അനസ് ആൻഡ് ദ ചൈൽഡ് ഡിറൈവ്സ് ഗ്രേറ്റ് പ്ലഷർ ഫ്രം ദി ഡിഫിക്കേറ്റിംഗ്. ഈ സമയത്താണ് നമ്മൾ കുട്ടികൾക്ക് ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ നൽകുന്നത്. കാരണം ആ സമയമാകുമ്പോഴേക്കും അവർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങി. ഇനി എങ്ങനെയാണ് അവരുടെ അനൽ സ്റ്റേജ് എങ്ങനെയാണോ ഡെവലപ്പ് ചെയ്യേണ്ടത് ആ ഒരു സ്റ്റേജിലേക്ക് അവർ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ടോയ്ലറ്റ് ട്രെയിനിങ്ങും മറ്റുമൊക്കെ നൽകുന്നത്. ഇനി മൂന്നാമത്തത് ഫാലിക് സ്റ്റേജാണ്. 3 മുതൽ 6 വയസ്സ് വരെയുള്ള കാലഘട്ടം. ദ ചൈൽഡ് ബിക്കം അവെയർ ഓഫ് anatomical sex difference which sets in motion the conflict between erotic attraction, jealousy and fear. ഈ സമയത്ത് കുട്ടികൾക്ക് അനാട്ടമിക്കൽ സെക്സ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഈ സമയത്താണ് കുട്ടികൾ എന്താ എനിക്കുള്ളത് പോയല്ലോ അവനുള്ളത് എന്ന് പറയാറുണ്ട് അല്ലേ. പരസ്പരം കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ അവനക്ക് എന്താ പത്ര സ്പെഷ്യാലിറ്റി, അല്ലെങ്കിൽ അവൾക്ക് എന്താ പത്ര എന്നെക്കാളും എന്തോ അവൾക്ക് കൂടുതലുണ്ടല്ലോ, എന്താണത് എന്നുള്ള അത്തരത്തിലുള്ള ഒരു ക്യൂരിയോസിറ്റിയും സംഭവം ഉണ്ടാകുന്നത് ഈ ഒരു ഫാലിക് സ്റ്റേജിലാണ്. മാത്രമല്ല ഈ സമയത്ത് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ള മെയിനായിട്ടുള്ള ഒരു 2 കൺസെപ്റ്റുകളാണ് ഇഡിപ്പസ് കോംപ്ലക്സും അതുപോലെ തന്നെ എലക്ട്രാ കോംപ്ലക്സും. ഇഡിപ്പസ് കോംപ്ലക്സ്, എലക്ട്രാ കോംപ്ലക്സ്. അപ്പോൾ ആദ്യം ഇഡിപ്പസ് കോംപ്ലക്സ് എന്താണെന്ന് പറയാം. ദിസ് ഈസ് വൺ ഓഫ് ദ ഫ്രോയിഡ്സ് മോസ്റ്റ് controversial ideas and one that many people reject outright. ഈ ഒരു കോൺട്രവേഴ്ഷ്യൽ ഐഡിയ എന്ന് പറയുന്നത് ഒട്ടുമിക്ക ആളുകളും റിജക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. എന്താണ്? സ്വന്തം അമ്മയെ അല്ലേ, ആൺകുട്ടിയാണെങ്കിൽ സ്വന്തം അമ്മയോടായിരിക്കും അവന് കൂടുതൽ ഒരു അട്രാക്ഷൻ ഉണ്ടാവുക. ആ ഒരു സെക്സിനോടായിരിക്കും അവനക്ക് കൂടുതൽ ഒരു ഇൻറ്റിമസി ഉണ്ടായിരിക്കുക. അഥവാ ചെറിയ ആൺകുട്ടികൾക്ക് അമ്മയോടും ചെറിയ പെൺകുട്ടികൾക്ക് അച്ഛനോടുമായിരിക്കും കൂടുതൽ ഇൻറ്റിമസിയും സ്നേഹവും ഉണ്ടായിരിക്കുക. അത് ഈ ഒരു കോംപ്ലക്സ് കൊണ്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. നമുക്കൊരു ഗ്രീക്ക് മിത്തിൽ പറയുന്ന ഒരാളാണ് ഈഡിപ്പസ് എന്ന് പറയുന്നത്. അദ്ദേഹം സ്വന്തം അമ്മയെ തന്നെയായിരുന്നു കല്യാണം കഴിച്ചത്. അപ്പോൾ അത് ആൺകുട്ടികൾക്ക് അമ്മയോട് തോന്നുന്ന ഒരു അട്രാക്ഷൻ്റെ ബേസിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഈ ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രാ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ദ ഗേൾ ഡിസൈർസ് ദ ഫാദർ. അച്ഛനോടായിരിക്കും കൂടുതൽ സ്നേഹവും അതുപോലെ തന്നെ അവരുടെ റോൾ മോഡലും ഒക്കെ അച്ഛനായിരിക്കും. ഈ സ്റ്റേജിൽ കുട്ടികൾക്ക് ഓപ്പോസിറ്റ് സെക്സ് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അവർക്ക് എന്താ കൂടുതൽ അല്ലെങ്കിൽ എനിക്ക് എന്താ കുറവ്, അത്തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സമയമാണ് ഈ ഒരു ഫാലിക് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ ഉള്ളിൽ എന്ത് കൺഫ്യൂഷനാണോ ഉള്ളത് അത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അവരുടെ ഒരു ഹെൽത്തി പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ
സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് നമ്മൾ കാണുകയാണെങ്കിൽ നമ്മളെല്ലാവർക്കും ഇപ്പോൾ ഈ ക്ലാസ് കേൾക്കുന്ന ഒട്ടുമിക്ക പേരും പാരൻസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ നമുക്ക് തോന്നുകയാണെങ്കിൽ എന്തായാലും ഉണ്ടാവും ആ സമയത്ത്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് ഒരു ഹെൽത്തി പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ജെനിറ്റൽ ഓർഗൻസിൻ്റെ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കണം. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് 4ാമത്തെ സ്റ്റേജാണ് ലേറ്റൻസി സ്റ്റേജ്. ഇത് 6 മുതൽ പ്യൂബർട്ടി വരെയുള്ള കാലഘട്ടമാണ്. 6 വയസ്സ് മുതൽ കൗമാരകാലം വരെയുള്ള കാലഘട്ടമാണ്. ദ ലേറ്റൻസി സ്റ്റേജ് ഈസ് ദ 4th സ്റ്റേജ് ഓഫ് സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റ് സ്പാനിങ് ദ പീരീഡ് ഓഫ് 6 years to puberty. During this period, the libido is dominant and no further psychosexual development takes place. ഈ സമയത്ത് കുട്ടികൾക്ക് ഒരു സെക്സ് പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ ചിന്തിക്കില്ല. കാരണം അവർക്ക് എപ്പോഴും പിയർ ഗ്രൂപ്പുമായിട്ട് കളിക്കാനും അതുപോലെ തന്നെ അവരുമായിട്ട് കൂടുതൽ സമയം ചിലവഴിക്കാനുമാണ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുക. അഥവാ സെയിം പിയർ ഗ്രൂപ്പ് തന്നെയായിരിക്കും. ആൺകുട്ടികൾ എപ്പോഴും ആൺകുട്ടികളുമായിട്ട്, പെൺകുട്ടികൾ എപ്പോഴും പെൺകുട്ടികളുമായിട്ടുള്ള ഒരു കൂട്ടുകൂടലും അവരുമായിട്ടുള്ള കളിയും ഒക്കെ ആയിരിക്കും ഈ ഒരു ലേറ്റൻസി സ്റ്റേജിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് 5ാമത്തത് ജെനിറ്റൽ സ്റ്റേജാണ്. ജെനിറ്റൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ പ്യൂബർട്ടി ടു അഡൽട്ട് വരെയാണ്. ദ ജെനിറ്റൽ സ്റ്റേജ് ഈസ് ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ഫ്ലൂയിഡ് സൈക്കോസെക്ഷൽ തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ആൻഡ് ബിഗിൻ ഇൻ പ്യൂബർട്ടി. ഇറ്റ് ഈസ് ദ ടൈം ഓഫ് അഡോളസെൻറ്റ് സെക്ഷൽ എക്സ്പെരിമെൻറ്റേഷൻ. സെക്ഷൽ in time is directed to heterosexual pleasure rather than self pleasure like during the phallic stage. ഈ ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫാലിക് സ്റ്റേജിൽ കണ്ട പോലെ തന്നെ ഈ ജെനിറ്റൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഫാലിക് സ്റ്റേജിൽ കണ്ട പോലെ തന്നെയാണ്. അവിടെയും എപ്പോഴും ഓപ്പോസിറ്റ് സെക്സിനോടായിരിക്കും കൂടുതൽ ഇൻറ്റിമസിയും അട്രാക്ഷനും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് 5 സ്റ്റേജുകളായിട്ടാണ് ഫ്രോയിഡ് സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റിനെ തിരിച്ചിട്ടുള്ളത്. ഇനി ഈ 5 സ്റ്റേജുകളിലും കിട്ടേണ്ട ഡെവലപ്മെൻറ്റ്, ഓരോ സ്റ്റേജിലും ഡെവലപ്പ് ചെയ്യേണ്ട ഡെവലപ്മെൻറ്റ് ശരിയായി നടക്കാതെ വരുമ്പോൾ അവിടെ ഒരു ഫിക്സേഷൻ സംഭവിക്കും. Fixation refers to the theoretical notion that a portion of the individual's libido has been permanently invested in a particular stage of his development. അപ്പോൾ ഓരോ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റും അവർക്ക് ലഭിക്കേണ്ട സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് ഒരു ഹെൽത്തി പേഴ്സണാലിറ്റി ആയിട്ട് തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഫ്രോയിഡ് അദ്ദേഹത്തിൻ്റെ തിയറിയിലൂടെ പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ 3 കീ കൺസെപ്റ്റുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഓരോ കൺസെപ്റ്റിലും വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം. കീ കൺസെപ്റ്റ്: തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ്, തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ, തിയറി ഓഫ് സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റ്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് 2ാമത്തെ അനലിറ്റിക്കൽ തിയറിയാണ്. കാൾ യങ്ങിൻ്റെ അനലിറ്റിക്കൽ തിയറിയാണ്. കാൾ ജങ് എന്നാണ് എഴുതുക പോലും കാൾ യങ് എന്നാണ് നമ്മൾ വായിക്കുന്നത്. JUNG യങ്, കാൾ യങ്. അദ്ദേഹം ഒരു സൈക്കാട്രിസ്റ്റ് ആണ്. അദ്ദേഹം പറയുന്ന ഒരു 3 സൈക്കോ ലെവൽ എന്ന് പറയുന്നത് കോൺഷ്യസ് ഈഗോ, പേഴ്സണൽ അൺകോൺഷ്യസ്, കളക്റ്റീവ് അൺകോൺഷ്യസ് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ കോൺഷ്യസ് ഈഗോ, സെക്കൻഡ് വൺ പേഴ്സണൽ അൺകോൺഷ്യസ്, തേർഡ് വൺ കളക്റ്റീവ് അൺകോൺഷ്യസ്. ഇനി നമുക്ക് കോൺഷ്യസ് ഈഗോയെ കുറിച്ചിട്ട് പറയാം. ഇതൊരു റിയാലിറ്റി പ്രിൻസിപ്പിളാണ്. ഫ്രോയിഡിൻ്റെ തിയറിയിൽ പറഞ്ഞ ഈഗോയിലെ കാര്യങ്ങൾ തന്നെയാണ്. ദ ഈഗോ റെപ്രസെൻറ്റ്സ് ദ കോൺഷ്യസ് മൈൻഡ് ആസ് ഇറ്റ് കംപ്രൈസസ് ദ തോട്ട്സ്, മെമ്മറൈസ് ആൻഡ് ഇമോഷൻസ് ഓഫ് എ പേഴ്സൺ. ഒരു വ്യക്തിയുടെ തിങ്കിങ്, ഫീലിംഗ്, മെമ്മറൈസ്, ഇമോഷൻസ് ഇതൊക്കെ അടങ്ങുന്ന ഒരു സ്ട്രക്ചറാണ് നമ്മുടെ കോൺഷ്യസ് ഈഗോ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പേഴ്സണൽ കോൺഷ്യസ് എന്താണെന്ന് പറയാം. ദ ഫസ്റ്റ് ലെയർ കോൾഡ് ദ പേഴ്സണൽ കോൺഷ്യസ് ഈസ് എസെൻഷ്യലി ദ സെയിം ആസ് ഫ്രോയിഡ്സ് വേർഷൻ ഓഫ് ദി കോൺഷ്യസ്. ദ പേഴ്സണൽ കോൺഷ്യസ് കണ്ടെയ്ൻസ് ടെമ്പററിലി ഫോർഗട്ടൺ ഇൻഫർമേഷൻ ആൻഡ് വെൽ ആസ് റിപ്രസ്ഡ് മെമ്മറീസ്. ഒരു വ്യക്തിയുടെ സോഷ്യൽ അറ്റ്മോസ്ഫിയറിൽ നിന്നും എക്സ്പീരിയൻസിൽ നിന്നും ലഭിക്കുന്ന റിപ്രസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സപ്രസ്ഡ് ആയിട്ടുള്ള മെമ്മറീസ് ആണ് ഇവിടെയുള്ളത്. ഇത് ഇൻഡിവിജ്വൽ ഡിഫറൻസ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും. അതായത് ഒരു വ്യക്തിക്ക് കിട്ടുന്ന അതേപോലത്തെയുള്ള എക്സ്പീരിയൻസ് ആയിരിക്കില്ല അയാൾ റിപ്രസ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അത്തരത്തിൽ വ്യക്തികൾക്കനുസരിച്ച് ഈ ഒരു പേഴ്സണൽ കോൺഷ്യസ് അൺകോൺഷ്യസ് ചേഞ്ച് ഉണ്ടാകും. ഇനി 3ാമത്തത് കളക്റ്റീവ് അൺകോൺഷ്യസ് ആണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ യങ് ആൻഡ് ഫ്രോയിഡ് ഈസ്
Jung's notion of the collective unconscious. The collective unconscious is a universal version of the personal unconscious holding mental patterns or memory ties which are shared with other member of human species. ജെനിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെയുള്ളത്. ഇപ്പോൾ നമുക്ക് ജെനിറ്റലായിട്ട് ഒരുപാട് പാരമ്പര്യമായിട്ട് കിട്ടുന്ന കുറേ ഘടകങ്ങളുണ്ടാകും. ഇപ്പോൾ നമുക്കറിയാം നമ്മൾ കുരങ്ങളിൽ നിന്നും ഹോമോസാപ്പിയൻസിൽ നിന്നും ഉണ്ടായതാണ് എന്നൊക്കെയുള്ളത്. ഇത് പാരമ്പര്യമായിട്ട് നിലനിൽക്കുന്നതാണ്. ഇതൊക്കെ ഉൾക്കൊള്ളുന്നത് ഈ ഒരു കളക്റ്റീവ് അൺകോൺഷ്യസിലാണ്. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് നമ്മുടെ തലമുറയിലെ ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് ആ തലമുറയിലെ ഏതെങ്കിലും ഒരു തലമുറയിലെ ഒരാൾക്ക് ഉണ്ടാകും എന്നൊക്കെ. ജസ്റ്റ് ഒരു മിത്താണെങ്കിൽ പോലും അതൊക്കെ ഇതിൻ്റെ ബേസിലുള്ള ചില കൺസെപ്റ്റുകളാണ്. ഇനി നമുക്ക് യങ്ങിൻ്റെ തിയറിയിലായി അടുത്തതായിട്ട് പറയാനുള്ളത് ആർക്കിടൈപ്സിനെ കുറിച്ചിട്ടാണ്. ആർക്കിടൈപ്സ് ഹാവ് യൂണിവേഴ്സൽ മീനിങ് അക്രോസ് കൾച്ചർ ആൻഡ് മേ ഷോ അപ്പ് ഇൻ ഡ്രീം, ലിറ്ററേച്ചർ, ആർട്ട് ഓർ റിലീജിയൻ. ദിസ് ഈസ് എ യൂണിവേഴ്സ് ഡീൽ. ഒരു ആർക്കിടൈപ്പിൻ്റെ കൂട്ടായ്മയാണ് കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറയും എല്ലാ സ്ത്രീകളും ഒരു മദർഹുഡ് അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ടാകും എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ ഒരു യൂണിവേഴ്സൽ ഐഡിയ ആണ്. അതൊരു ആർക്കിടൈപ്പ് ആണെന്ന് പറയാം. ഇനി ഇത്തരത്തിലുള്ള സം ആർക്കിടൈപ്സ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ തിയറിയിൽ. ഫസ്റ്റ് വൺ പേഴ്സോണ, സെക്കൻഡ് വൺ അനിമ ഓർ അനിമസ്, തേർഡ് വൺ ദ ഷാഡോ, ഫോർത്ത് വൺ ദി സെൽഫ്. അപ്പോൾ ആദ്യം പേഴ്സോണ എന്താണെന്ന് പറയാം. പേഴ്സോണ മീൻസ് മാസ്ക് എന്നാണ്. ദിസ് ഈസ് ദ പബ്ലിക് ഫേസ് ഓർ റോൾ എ പേഴ്സൺ പ്രസൻറ്റ് ടു ദ അതേഴ്സ് someone different to who we really are like an actor. പെരുമാറ്റത്തിലുള്ള ഒരു വ്യത്യാസമാണ് ഇവിടെ പറയുന്നത്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യൂണിവേഴ്സലായിട്ട് നമുക്കറിയാം ഒരു മദർ തൻ്റെ കുട്ടിയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, അല്ലെങ്കിൽ ഒരു ഭാര്യ ഭർത്താവിനോട് എങ്ങനെയാണ്, ഒരു ഭർത്താവ് ഭാര്യയോട് എങ്ങനെയാണ്, അച്ഛനോട് എങ്ങനെയാണ്, അമ്മയോട് എങ്ങനെയാണ്, അതൊക്കെ യൂണിവേഴ്സലായിട്ടുള്ള ഓരോ രീതികളുണ്ടായിരിക്കും. അതിനനുസരിച്ച് തന്നെയായിരിക്കും എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. ചില ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും പല കാര്യങ്ങൾക്കും ഒരു യുണീക്കായിട്ടുള്ള ഒരു പെരുമാറ്റ രീതിയായിരിക്കും ഉണ്ടാവുക. അതൊക്കെ ഒരു യൂണിവേഴ്സൽ ഐഡിയ ആണെന്ന് പറയാം. ഇനി രണ്ടാമതായിട്ട് അനിമ ഓർ അനിമസ് ആണ്. ദിസ് ഈസ് ദ മിറർ ഇമേജ് ഓഫ് അവർ ബയോളജിക്കൽ സെക്സ്, ദാറ്റ് ഈസ് ദ അൺകോൺഷ്യസ് ഫെമിനൈൻ സൈഡ് ഈസ് മെയിൽ ആൻഡ് ദ മസ്കുലൈൻ ടെൻഡൻസീസ് ഈസ് ഇൻ വിമൺ. ഒരു കുട്ടി ഇപ്പോൾ ഒരു ആൺകുട്ടി ഫുള്ളായിട്ട് പെണ്ണുങ്ങളുള്ള വീട്ടിൽ മാത്രം ജനിച്ചു വളർന്നത്, ഇപ്പോൾ അവിടെ അമ്മ അല്ലെങ്കിൽ കുറേ ചേച്ചിമാർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫെമിനിയൻ മാത്രമുള്ള ഒരു ഇടത്ത് ജനിച്ചു വളർന്ന ഒരു ആൺകുട്ടി, അവൻ്റെ സ്വഭാവത്തിൽ ഒരു ഫെമിനിയൻ ക്യാരക്ടർ എന്തായാലും ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും. അത് ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ ഫെമിനൈനായിട്ടും മസ്കുലിനായിട്ടുള്ള ഹോർമോൺസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഏതാണോ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് അത് അവൻ്റെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ അവളുടെ സ്വഭാവത്തിൽ കൂടുതലായിട്ട് കാണും. ഇപ്പോൾ അനിമ എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ ഫെമിനൈൻ ഹോർമോൺസ് ആയിരിക്കും കൂടുതലായിട്ട് കാണുന്നത്. അനിമസ് എന്ന് പറയുന്നത് മസ്കുലൈൻ ആയിരിക്കും. ഇനി മൂന്നാമത്തത് ദി ഷാഡോ എന്നുള്ളതാണ്. ദിസ് ഈസ് ദ അനിമൽ സൈഡ് ഓഫ് അവർ പേഴ്സണാലിറ്റി. നമ്മുടെ സ്വഭാവത്തിലുള്ള ഒരു മൃഗങ്ങളോടുള്ള ഒരു സാദൃശ്യമുള്ള ഒരു സ്വഭാവം. നമുക്കറിയാം നമ്മൾക്കൊരു കുരങ്ങൻ്റെ സ്വഭാവമാണെന്ന് നമുക്ക് പറയാറുണ്ട് അല്ലേ. കാരണം നമ്മൾ കുരങ്ങയിൽ നിന്ന് ഉണ്ടായതാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് ഫ്രോയിഡിൻ്റെ തിയറിയിലെ ഇഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ചില ക്വസ്റ്റ്യനിൽ അങ്ങനെയും ചോദിച്ചു കാണാറുണ്ട്, ഫ്രോയിഡിൻ്റെ തിയറിയിലെ ഇഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഏത് ആർക്കിടൈപ്സാണ് നമ്മുടെ യങ്ങിൻ്റെ തിയറിയിൽ ഉള്ളതെന്ന്. ഇനി നെക്സ്റ്റ് ഫോർത്ത് വൺ ദി സെൽഫ്. സെൽഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ അഹം എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും. ദ സെൽഫ് വിച്ച് പ്രൊവൈഡ്സ് എ സെൻസ് ഓഫ് യൂണിറ്റി ഇൻ എക്സ്പീരിയൻസ്. ഒരു ക്യാരക്ടറിന് യൂണിറ്റിയും സ്റ്റെബിലിറ്റിയും നൽകുന്നതാണ് നമ്മുടെ സെൽഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാളുടെ സ്വഭാവത്തിലെ ചില കാര്യങ്ങൾ എന്നും നിലനിൽക്കുന്ന ചില ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ. അതൊരു യൂണിവേഴ്സൽ ഐഡിയ ആയിട്ട് അയാളുടെ ഒരു യൂണിറ്റി ആയിട്ട് നിലനിൽക്കുന്നതാണ്. അതാണ് ദി സെൽഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ യങ്ങിൻ്റെ തിയറിയിലെ ആർക്കിടൈപ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ പേഴ്സോണ, സെക്കൻഡ് വൺ എനിമ ഓർ എനിമസ്, തേർഡ് വൺ ദി ഷാഡോ, ഫോർത്ത് വൺ ദി സെൽഫ്. ഇനി ഇദ്ദേഹത്തിൻ്റെ തിയറിയിലെ മറ്റൊരു കാര്യമാണ് സൈക്കോളജിക്കൽ ടൈപ്സ് എന്ന് പറയുന്നത്. രണ്ട് സൈക്കോളജിക്കൽ ടൈപ്സ് ആണ് പ്രധാനമായിട്ടും പറയുന്നത്. ഫസ്റ്റ് വൺ ഇൻട്രോവേർട്ട്, സെക്കൻഡ് വൺ എക്സ്ട്രോവേർട്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ പറയുന്ന മറ്റൊന്നാണ് ആംബിവേർട്ട് എന്നുള്ളത്. ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാത്തിൽ നിന്നും ഒരു ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു സ്വഭാവം, അഥവാ സോഷ്യലൈസേഷൻ കുറവായിരിക്കും, മറ്റുള്ളവരുടെ മിംഗ്ലിങ് കുറവായിരിക്കും, എല്ലാത്തിൽ നിന്നും ഒരു ഇൻട്രോവേർട്ടായിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കും. ഇനി എക്സ്ട്രോവേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ അതൊരു എക്സ്റ്റേണൽ കമ്മിറ്റ്മെൻറ്റ് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ സോഷ്യലൈസേഷൻ കൂടുതലായിരിക്കും. അത്തരത്തിലുള്ള സ്വഭാവമുള്ളവരെയാണ് നമ്മൾ എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. നമ്മൾ ജസ്റ്റ് ഇത് ആരുടെ സൈക്കോളജിക്കൽ ടൈപ്സ് ആണെന്ന് മാത്രമാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി അടുത്തത് ആംബിവേർട്ട് എന്നുള്ളതാണ്. ഈ ആംബിവേർട്ട് എന്ന് പറയുന്നത് ഇൻട്രോവേർട്ടുമല്ല എക്സ്ട്രോവേർട്ടുമല്ല, രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു സ്വഭാവമായിരിക്കും. കുറച്ച് ഇൻട്രോവേർട്ടും ഉണ്ടായിരിക്കും, കുറച്ച് എക്സ്ട്രോവേർട്ടും ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള സ്വഭാവമുള്ളവരെയാണ് നമ്മൾ ആംബിവേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് യങ്ങിൻ്റെ തിയറിയിൽ പറയുന്നത്. ഇതോടുകൂടി നമ്മുടെ സൈക്കോ അനലിറ്റിക്കൽ തിയറീസ് അവസാനിക്കുകയാണ്. ഇനി നമുക്ക് നോക്കാനുള്ള 2 അപ്രോച്ചുകൾ, ട്രേറ്റ് അപ്രോച്ചും അടുത്തത് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചുമാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.